നൃസിംഹാവതാരത്തിന് കാരണക്കാരനായത് ഹിരണ്യകശിപുവാണ്. അതോടൊപ്പം പ്രഹ്ലാദനും, രണ്ട് ഭക്തന്മാര്. ശ്രീകൃഷ്ണാവതാരത്തിന് കാരണക്കാരിയായത് ഭൂമിദേവി. ഇങ്ങനെ ഓരോ അവതാരങ്ങൾക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം എല്ലാം. അപ്പൊ എന്തായാലും അങ്ങനെ ഭഗവാൻ അവതരിച്ചു, പൂതനാദികളായിട്ടുള്ളവരെയൊക്കെ നിഗ്രഹിച്ചു. അതിൽ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. കാരണം ഒരു മാതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ മുലപ്പാലിനെ നൽകിയത് കൊണ്ട് ഒരമ്മയ്ക്ക് മാത്രമേ എപ്പോഴും ഒരു മുലപ്പാല് നൽകാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സങ്കല്പം വന്നത് കൊണ്ട് ഭഗവാൻ അവിടെ പൂതനയ്ക്ക് മാത്രം മോക്ഷം കൊടുത്തു. ബാക്കി എല്ലാവരെയും നിഗ്രഹിച്ചു എന്ന് തന്നെയാണ് പറയുക. ശകടാസുരനെയായാലും കേശിയായാലും എല്ലാവരെയും, അഘാസുരനെയായാലും എല്ലാരെയും വധിച്ചു അല്ലെങ്കിൽ നിഗ്രഹിച്ചു എന്നാണ് പറയുക. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷം തന്നിലേക്ക് ഗ്രഹിക്കുക. ആ ചൈതന്യത്തെ തന്നിലേക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിച്ചെടുത്തുകൊണ്ട് വേണ്ടതായ മുക്തിയെ നൽകുക. അങ്ങനെ ഭഗവാന്റെ ലീലകളൊക്കെ ആടി മുൻപോട്ട് വരുമ്പോഴാണ് അവിടെ ഭഗവാന്റെ ഗോപി വസ്ത്ര അപഹരണം. ഏറ്റവും കൂടുതൽ ഭഗവാന് നാണക്കേടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് വളരെ വഷളാക്കുന്ന ഒരു കഥാഗോളമാണ് ഗോപി വസ്ത്ര അപഹരണം. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഭഗവാന് സ്ത്രീകൾ കുളിക്കാവുന്നത് കാണാൻ പോയി എന്നാണ് കംപ്ലൈന്റ്. ഭഗവാൻ തന്നെ പറയാനുണ്ട്, ഹേ ഗോപികമാര്, ഞാൻ നിങ്ങളുടെ നഗ്നമായ ശരീരം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തരത്തിലൊരു ലീലയാടിയത് എന്ന് പറയുന്നുണ്ട് അവിടെ. കാരണം തന്റെ ഭക്തരെ തന്നിലേക്ക് ചേർക്കാൻ ഭഗവാന് ശുദ്ധമായ ഹൃദയം വേണം. അതോടൊപ്പം തന്നെ ശരീരബോധമില്ലാത്തവരെ തന്നിലേക്ക് ചേർക്കുള്ളൂ. നമുക്കൊക്കെ ശരീരബോധം ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ കാണാനോ അറിയാനോ അനുഭവിക്കാനോ ഒന്നും സാധിക്കാത്തത്. നമ്മളൊക്കെ ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ ഇന്നയാളാണ്, അല്ലെ ഇന്ന ജോലിയുള്ള ആളാണ്, അല്ലെ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണെന്നൊക്കെയുള്ള ആ ഒരു അഹംബോധം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ. അതെല്ലാം ശരീര അഭിമാനിയാളായോ എന്നാണ്. ശരീര അഭിമാനം ഉള്ളിടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവില്ല. താൻ ഈ ശരീരമല്ല എന്നും താൻ പരമമായിരിക്കുന്ന ആത്മജ്യോതിസാണെന്നുള്ള ബോധം എന്നാണോ ഉള്ളിൽ ഉറയ്ക്കുന്നത്, തന്റെ ശരീരത്തിലോ ധനത്തിലോ അല്ലെ മറ്റൊന്നിലുമോ യാതൊരു വിധമായ അഹംബോധവും ഇല്ലാതെ നിലനിൽക്കുന്ന കാലത്ത് മാത്രമേ ഈശ്വരത്വത്തെ അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഗോപികമാരാണ് ഭഗവാനോടൊപ്പം രാസക്രീഡ എന്ന് പറയുന്ന മഹത്തരമായ ശ്രേഷ്ഠതമമായ ഒരു ലീല ആടിയത്. അപ്പൊ ആ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനോടൊപ്പം രമിക്കണം എങ്കിൽ ശരീരബോധമില്ലാതെ സാധ്യമാവില്ല. വസ്ത്രങ്ങളെല്ലാം ധരിക്കുന്നത് തന്നെ ശരീരബോധമുള്ളത് കൊണ്ടാണ്. അല്ലെ നമുക്കൊന്നും വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? നാണം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ഇപ്പൊ കുറവാ, പണ്ട് ഒരുപാടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. തന്റെ അംഗലാവണ്യങ്ങളൊന്നും മറ്റാരും കാണാൻ പാടില്ല എന്നുള്ള ബോധം, അല്ലെ തനിക്ക് അതുകൊണ്ട് തന്റെ ശരീരത്തിനോടൊരു ബോധമുള്ളത് കൊണ്ട് തനിക്ക് മറ്റൊരാൾ കണ്ടാൽ നാണം എന്നൊരവസ്ഥ ഉണ്ടാവും എന്നുള്ള ഭാവമുള്ളത് കൊണ്ടാണ് നമ്മൾ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. ആത്മസ്വരൂപമാകുന്നിടത്തോളം കാലം ശരീരത്തെ കുറിച്ച് ബോധം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ്, നൂൽബന്ധം പോലും ഇല്ലാതെ ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള യുവാക്കൾ ഉൾപ്പെടെ ആ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് അതുവഴി കടന്നു പോകുന്നത്. അവരെ ഒന്ന് നോക്കുക പോലും അവര് ചെയ്യണില്ല. അവർക്ക് നാണമാനാദികൾ അഭിമാനങ്ങൾ ഒന്നുമില്ല. കാരണം ശരീരബോധമില്ലാത്തിടത്തോളം കാലം ഞാനെന്ന ഭാവമില്ല അവിടെ. അവരാ ഭസ്മം അങ്ങനെ പൂശി രുദ്രാക്ഷമൊക്കെ ധരിച്ച് ആ ജടയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അവിടെ ആര് നിൽക്കുന്നോ എന്തിൽ നിൽക്കുന്നോ അവരെന്നെ എങ്ങനെ നോക്കുന്നോ ഒന്നും അവർക്കതൊരു ബാധകമേ അല്ല. കാരണം അത്ര മാത്രം ആ പരമാത്മ സ്വരൂപത്തിലേക്ക് വിലയം പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു തരത്തിൽ നടക്കാൻ പറ്റും. നമ്മളൊക്കെ അല്പവസ്ത്രധാരികളെങ്കിലും ആയിട്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. കാരണം നമുക്ക് നാണം, അമാനവും അഭിമാനവും മാനവും അപമാനവും ഒക്കെ ഉള്ളവര് ഒരാള് നമ്മളെ ദ്വേഷിച്ചാൽ ഉടനെ നമുക്ക് അഭിമാനത്തിന് ക്ഷതം തട്ടും ഇല്ലേ? അപ്പൊ അത്തരത്തിൽ അതുകൊണ്ടാ ഈ ശരീരബോധമുള്ളത് കൊണ്ടാണ്, ഞാൻ ഇന്ന ആളാണെന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് ആ അഭിമാനക്ഷതം ഉണ്ടായി എന്ന് തോന്നണത്. ഞാൻ ഇന്ന ആളല്ല, എന്നെയല്ല പറയണത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ എത്ര അധിക്ഷേപിച്ചാലും നമുക്ക് നമ്മുടെ ശരീരത്തിനെ ആണ് അപമാനിക്കുന്നത്. അപ്പം ഞാൻ ശരീരമല്ലാത്തിടത്തോളം കാലം അത് എന്നെ ബാധിക്കുന്നതല്ല എന്നൊരു ബോധമുള്ളിൽ ഉറച്ചാൽ നമുക്ക്
മാനാപമാനങ്ങളൊന്നും ബാധകമാവില്ല. അപ്പൊ അങ്ങനെ തന്നിലേക്ക് ചേരുന്നവർക്ക് ഒരിക്കലും ശരീരബോധം ഉണ്ടാവാൻ പാടില്ല. ശരീരബോധം ഉള്ളിടത്തോളം കാലം ആത്മസ്വരൂപത്തിലേക്ക് ലയിക്കാൻ സാധ്യമാവില്ല. അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, ഭഗവാന്റെ വായിൽ കിടന്ന് ഭഗവാൻ ചവച്ച താമ്പൂലം വിരലിട്ട് തോണ്ടിയെടുത്ത് അവരുടെ വായിലിട്ട് ചവച്ചതായിട്ട് ഗോപികമാര ഭഗവാന്റെ വായിൽ താമ്പൂലം എടുത്തിട്ട് അവരുടെ വായിലിട്ട് ചവച്ചു എന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം ഭഗവാനിലേക്ക് ആ രമിച്ചു പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സാധിക്കാൻ. ഇന്ന് കാലത്ത് ഒരു കുഞ്ഞിന്റെ വായിൽ നിന്ന് ഇച്ചിരി ഭക്ഷണം ബാക്കിയുള്ളതിനകത്ത് വീണ അമ്മമാരുണ്ണുവോ? ഉടനെ അതെടുത്തോണ്ട് കളി. ഭർത്താവ് ഉണ്ടതിന്റെ ബാക്കി ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? പട്ടിക്ക് കൊടുക്കും. അങ്ങേരുടെ ഭാര്യ ആരാ? ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പറഞ്ഞേ. ശരി, കാരണം അങ്ങനെയാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഭർത്താവ് കഴിച്ചതിന് ശേഷം ഇല്ലേ അതിന്റെ ബാക്കി കൂടെ ചേർത്തായിരുന്നു അമ്മമാര് കഴിച്ചോളൂ. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. കാരണം കാലത്ത് ചിലപ്പോൾ അമ്മയ്ക്കുള്ളത് മിച്ചമൊന്നും കാണില്ല. അതുകൊണ്ട് അച്ഛൻ അവിടെ ശകലം വെച്ചിട്ട് പോകും. അത് വേറെ സത്യം. എങ്കിൽ പോലും പണ്ട് കാലത്ത് അത് ഉണ്ടെന്നതിനൊന്നും ഒരു മടിയോ അവജ്ഞയോ ഒന്നും, അല്ലെങ്കിൽ അങ്ങേര് കഴിച്ചതിന്റെ ബാക്കി ഞാൻ എങ്ങനെ കഴിക്കുന്നതിനുള്ള ചിന്തകളൊന്നും അന്നുണ്ടായിരുന്നില്ല. മക്കളുടെ വായിൽ നിന്ന് ഇച്ചിരി താഴെ വീണാലും ആ ചോറ് കളയില്ലായിരുന്നു. അത് അമ്മമാർ ഉരുട്ടി അമൃത് പോലെ അമ്മമാര് ഭക്ഷിക്കുമായിരുന്നു. അന്നത്തെ കാലം വേറെയാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ആ ഭഗവാന്റെ വായിൽ കിടക്കുന്ന ആ ചർവിത താമ്പൂലം തന്റെ വായികളിലിട്ട് ചവയ്ക്കണം എങ്കിൽ എത്രമാത്രം ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചത് കൊണ്ടാണെന്ന് ഓർത്താൽ മതി. മനസ്സുകൊണ്ട് താതാത്മ്യം പ്രാപിക്കാത്തിടത്തോളം കാലം അവിടെ എന്തുണ്ടാവില്ല? സ്നേഹവും പ്രേമവും ഒന്നും ഉണ്ടാവില്ല. പ്രേമമുള്ളിടത്ത് മാത്രമേ രണ്ടെന്ന ഭാവമില്ലാതെ ഇരിക്കും. ഞാൻ വേറെ, ഭർത്താവ് വേറെ, മക്കള് വേറെ, ഇന്ന ആള് വേറെ, അവര് വേറെ, ഇവര് വേറെ തോന്നി എന്താ? നമുക്ക് പ്രേമമില്ലാത്തതുകൊണ്ട്. പ്രേമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്ന് പറയുന്ന പ്രേമം അല്ല കേട്ടോ. അത് പ്രത്യേകം ഓർക്കണം. ഇന്ന് കാണുന്ന പ്രേമത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രേമം എന്ന് പറയണത് പൂർണ്ണമായിട്ടും രണ്ട് മനസ്സുകൾ തമ്മിൽ ഇഴുകിച്ചേരുമ്പോഴാണ് അവിടെ പ്രേമം ഉണ്ടാകുക. ആ പ്രേമം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് എന്നുള്ള ഭാവമില്ല. അവിടെ ശരീരമല്ല പ്രധാനം, മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് ആ മനസ്സുകൾ തമ്മിൽ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ ശരീരം ഒന്നിച്ചില്ലെങ്കിലും അവിടെ വേർതിരിവില്ല. അതുകൊണ്ടാണ് രാധയും കൃഷ്ണനും പ്രേമത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് മാറുന്നത്. അവിടെ അവരൊരിക്കലും ശരീരം കൊണ്ട് അടുത്തിട്ടില്ല, പക്ഷേ മനസ്സ് പരിപൂർണമായിട്ടും ഇഴുകിച്ചേർന്നിരുന്നു. അതുകൊണ്ടാണ് ഗർഗഭാഗവതത്തിൽ ചോദിക്കുന്നത്, രാധ ചോദിക്കും ഭഗവാനോട്, എന്റെ കണ്ണ, നിന്നെ എത്ര കാലമായിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കാം, നീ എന്നെ കെട്ടാന്ന് പറയുന്നല്ല, നീ എന്നെ എന്താ കെട്ടാത്ത? ആരെയെല്ലാം നീ കെട്ടി, എന്നിട്ട് എന്താ എന്നെ കെട്ടാതെ? നീ പറയണ്ട, എന്തിനാ രാധ നിന്നെ ഞാൻ കെട്ടണേ? നീ എന്നിൽ വേറിട്ട ഒന്നിനെ എന്നിനോട് ചേർത്താ മതി. എന്തുകൊണ്ടാ വിവാഹം കഴിക്കണേ? തന്നിൽ നിന്ന് അകന്നുപോയ ഒന്നിനെ തന്നിലേക്ക് ചേർക്കാനാണ് വിവാഹം. നീ എന്നിൽ നിന്ന് അകന്നിട്ടില്ല, നീ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നവളാണ്. ഞാൻ നിന്റെ ഹൃദയത്തിലുണ്ട്. ഒന്നായി ചേർന്നിരിക്കുന്ന ഒന്നിനെ പിന്നെ എന്തിനാ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടോ? രാധ എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നവളാണ്. പ്രേമത്തിന്റെ ഭക്തിയുടെ പരമമായ ധാരയാണ് രാധ. അവിടെ യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക ആ പ്രേമവും ഭക്തി. അവിടെ പിന്നെ വേറെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയേണ്ട ഭഗവാൻ, നിന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. നീ എന്റെ ഉള്ളിൽ തന്നെ സർവദാ നിറഞ്ഞു നിൽക്കുന്നവളാണ്. എന്നോട് എന്റെ ഹൃദയത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്നവളാണ്. നിന്നെ ഞാൻ പിന്നതിനാ കല്യാണം കഴിക്കണേ. അപ്പൊ അത്രമാത്രം ആ ഒരു ഇഴുകിച്ചേരല്, മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ചിന്തകൾ കൊണ്ടുമൊക്കെയുള്ള ഇഴുകിച്ചേരലാണ് പ്രേമം. അവിടെ ഞാനെന്നും എന്റേതെന്നും എനിക്കെന്നുമുള്ള ഭാവങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇഴുകിച്ചേരുമ്പോഴാണ് അവിടെ ഭക്തി ഉണ്ടാവും. ആ നിറഞ്ഞ ഭക്തിയിൽ ഭഗവാനോട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് കംപ്ലൈൻസ് ഇല്ല, എഗ്രിമെന്റ്സ് ഇല്ല, ഡിമാൻഡ്സ് ഇല്ല, ഇതൊന്നുമില്ല. പ്രേമത്തിന്റെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു ഇതാണ്. പ്രേമത്തിന് ഡിമാൻഡ്സ് ഇല്ല, എഗ്രിമെന്റ്സ് ഇല്ല, ഗീവ് ആൻഡ് ടേക്ക് ഇല്ല, ഒന്നുമില്ല. പക്ഷെ സ്നേഹത്തിന് ഇതെല്ലാം ഉണ്ട്. താൻ എന്നെ സ്നേഹിച്ചാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, നീ എനിക്ക് തന്നാലേ ഞാൻ തിരിച്ചു നിനക്ക് തരും. ഇതെല്ലാം അവിടെയുണ്ട്. ആ സ്നേഹത്തിനിടയ്ക്ക് മറ്റൊന്നും കൂടിയുണ്ട്, ശരീരത്തോടുള്ള കമ്പം.
ഭൗതികമായി ശരീരം തമ്മിൽ ഇഴുകിച്ചേരണം എന്നൊരു കമ്പം സ്നേഹത്തിനുണ്ട്. അത് കിട്ടാതെ വന്നാലും ആ സ്നേഹത്തിന് കുറവുകൾ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോ ആ പ്രേമത്തിൻ്റെതായ ഒഴുക്കിൽപ്പെട്ടാൽ ഭഗവാനോടുള്ള ആ ഒരു പ്രേമത്തിനകത്തേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണാതെ ഒരു സെക്കൻഡ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് പിന്നെ നമുക്ക് കണ്ടാൽ ആ ഭഗവത് സ്വരൂപത്തെ ഉള്ളിൽ കണ്ടില്ലെങ്കിൽ നമ്മുടെ അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞേ, ആ ഹൃദയം തപിക്കണം, വിങ്ങണം. ഒരു നേരമെങ്കിലും ഭഗവാനെ കണ്ടില്ലെങ്കിൽ നമ്മുടെ എത്ര പേരുടെ തുടിക്കുമോ നേരെ ഹൃദയം? തുടിക്കുമോ? കണ്ടില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു സങ്കടവും ഇല്ല, ഒന്നുമില്ല. ചോദിച്ചു തന്നില്ലേടാ നമുക്ക് സങ്കടം അല്ലേ? ഭഗവാനെ കണ്ടില്ലെന്ന് വെച്ചോ, ഭഗവാന്റെ നാമം കേട്ടില്ലെന്ന് വെച്ചോ, ഭഗവാന്റെ പിന്നെ കഥകൾ കേട്ടെന്ന് വെച്ചോ നമുക്കൊരു സങ്കടം ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നിലേക്ക് ഇഴുകിച്ചേരുന്ന ആ ഗോപികമാർക്ക് ഒരിക്കലും ശരീരബോധം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പരമാത്മ സ്വരൂപിയാണെന്നുള്ള ബോധത്തെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ലീല ഭഗവാന് ആടിയത്. അല്ലാതെ ഒരിക്കലും അതിനെ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാ പറയാം. അത് കഴിഞ്ഞാണ് പിന്നെ വിപ്രപത്നിമാർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. അത് ശരിക്കും ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പം തൻ്റെതെന്ന ബോധമില്ലാതെ തനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയില്ലാതെ സമർപ്പിക്കണം. അവിടെ യാഗശാലയിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ അന്നമാണ് ഭഗവാൻ അവിടെ ഗോവർദ്ധനത്തിന്റെ അവിടെ വന്നു എന്ന് പറഞ്ഞപ്പോ ഓടിക്കൊണ്ട് കൊടുക്കുന്നത്. ഭർത്താക്കന്മാരൊക്കെ തടഞ്ഞു, എന്നിട്ട് പോലും വക വയ്ക്കാതെ ഒരു തരി പോലും അവിടെ വെക്കാതെ വെച്ച പാത്രം അതേപോലെ എടുത്തുകൊണ്ട് ഓടിയതാണ്. ഭഗവാൻ കൊടുക്കുമ്പോ അങ്ങനെ വേണം, നിറഞ്ഞ മനസ്സോടെ. ഭഗവാനെന്നല്ല, ഈയിടം പറയാറുണ്ട്, ആർക്ക് കൊടുത്താലും നിറഞ്ഞ മനസ്സോടെ കൊടുക്കാവൂ, എന്ത് കൊടുത്താലും നിറഞ്ഞ സന്തോഷത്തോടെ കൊടുക്കാവൂ. ഇത് കൊടുക്കേണ്ടി വന്നല്ലോ, കൊടുത്തില്ലേ എന്തോ തോന്നുമെന്ന് വിചാരിച്ചു കൊടുക്കാൻ പാടില്ല, നിറഞ്ഞ മനസ്സോടെ കൊടുക്കുക. അപ്പോഴാണ് സ്വീകരിക്കുന്നവന് ആ ഒരു തൃപ്തി ഉണ്ടാകും. അല്ലെ ഒരിക്കലും വാങ്ങുന്നവന് തൃപ്തി ഉണ്ടാവില്ല. കൊടുക്കുന്നവർക്ക് ആശങ്കകൾ അങ്ങനെ നിലനിൽക്കും. കൊണ്ട് നിറഞ്ഞ മനസ്സോടെ വേണം എപ്പോഴും എന്തും കൊടുക്കാനായിട്ട്. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വിപ്രപത്നിമാരെടുക്കുക. കാരണം തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒന്നും വെക്കാതെ ഭഗവാന് വേണ്ടി എല്ലാം കൊടുക്കാനുള്ള മനസ്സ്, ആ ഭഗവാന്റെ മുമ്പിലേക്ക് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വിളമ്പി കൊടുത്ത് ഭഗവാന്റെ തൃപ്തനായി എന്ന് അറിയുമ്പോഴാണ് അവർക്ക് തൃപ്തി ഉണ്ടാകുന്നത്. അവിടെയാണ് മൂലം ഭാഗവതത്തിന്റെ കഥ പറയും. ഒരു പഴക്കാരി അമ്മയുണ്ട്. ഈ അമ്മ പഴം വിറ്റിട്ടാണ് ഉപജീവനം കഴിയുക. എന്നും പഴം കൊണ്ട് പോകും. അപ്പൊ ഈ നന്ദഗോപർക്ക് ഒരു അത്ഭുത ബാലനുണ്ടായെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. അതിനുള്ളൊരു ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നിത്യേന ഈ പഴം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നോക്കും വാതിക്കലെങ്ങാനും അവിടെ നിപ്പുണ്ടോ എന്ന്. കാരണം ഇതിനെ പോയി കാണാനുള്ള നേരെയില്ല. വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയാൽ രാത്രി ആകുമ്പോഴാ കയറി വരിക. പിന്നെ എപ്പോഴാ പോയി കുഞ്ഞിനെ കാണുന്നേ? അവൻ പോയിട്ടില്ല. കാരണം ഇത് കൊണ്ട് വിറ്റിട്ട് വേണം അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടെ. ഭഗവാൻ അന്തര്യാമിയല്ലേ, ഭഗവാൻ ലീലയാടി ഭംഗിയായിട്ട് കുറെ കാലത്തോളം അമ്മയ്ക്ക് ദർശനം കൊടുക്കാതെ ഇരുന്നു. നിത്യേന പോകുമ്പോ അമ്മയുടെ മനസ്സങ്ങനെയും വിങ്ങും. ആ ഉണ്ണിയെ ഒന്നും കണ്ടിരുന്നുവെങ്കിൽ ഒരു ദിവസം ഭഗവാൻ തീരുമാനിച്ചു ഈ അമ്മയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കണം. കാരണം തന്നെ കാണാൻ കൊതിക്കുന്നവന്റെ ഹൃദയം അറിയുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഒരു ദിവസം യശോദാമയോട് പറഞ്ഞു, അത്ര യശോദാമേ, എന്നെ നാളെ രാവിലെ കുളിപ്പിച്ച് ഭംഗിയായിട്ട് ഒരുക്കി നിർത്തണം. കാരണം ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവ്യമായി ഇരിക്കുന്ന രൂപം ഒരിക്കലും ഉള്ളിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധത്തിലുള്ള രൂപത്തെ ആയിരിക്കും കാട്ടിക്കൊടുക്കുക. അത് പ്രത്യേകിച്ച് ബാലഭാവത്തെ കണ്ടാൽ ഒരിക്കലും പിന്നെ അവിടുന്ന് ആ ഭഗവാന്റെ രൂപം ഉള്ളിൽ നിന്ന് പോവില്ല എന്ന് പറയാം. അങ്ങനെ ഈ പഴക്കാരി അമ്മ രാവിലെ പഴവുമായിട്ട് പോയപ്പോ നോക്കിക്കൊണ്ട് വാതുക്കൽ അങ്ങനെ നിൽക്കണം. ഭഗവാന്റെ വേറൊരു പ്രത്യേകത, അനുഗ്രഹിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പെടുക്കുമ്പോൾ ഒന്നീ ജ്യേഷ്ഠനെ പിടിച്ചടുത്ത് നിർത്തും, അല്ലെങ്കിൽ സുദാമ എന്ന് പറഞ്ഞൊരു തോഴനുണ്ട്, അങ്ങനെ പിടിച്ചടുത്ത് നിർത്തും. കുചേരൻ സുദാമാവല്ല, വേറെയുണ്ട് സുദാമ, ഈ ഗോകുലത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവരെ ആരെങ്കിലും അടുത്ത് വിളിച്ചെടുത്തിട്ട് ഈ ഒരു കൈയെടുത്ത് ഈ തോളത്തോട്ട് വെച്ച് ഒരു കാലങ്ങോട്ട് പിണച്ച് വെച്ച് ഒരു ഓടക്കൂടെ എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇപ്പുണ്ട് ഏണിന് കൈ കൊടുത്ത് ആ പൊന്നിൻ ചിലങ്കകളൊക്കെ അങ്ങോട്ട് അണിഞ്ഞ് ആ മാലയൊക്കെ ധരിച്ച് ആ ചുരുട്ട മുടിയൊക്കെ വെച്ച് കെട്ടി ആ മയിൽപീലിയൊക്കെ തിരികെ അങ്ങോട്ട് വെച്ചിട്ട് ആ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ചെറു പുഞ്ചിരിയോടുകൂടി ഒരു നിപ്പുണ്ട് ഭഗവാൻ. അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെ നിൽക്കാതെ. ഈ അമ്മ രാവിലെ
ഈ പഴക്കുട്ടിയായിട്ട് അങ്ങോട്ട് പോകുമ്പോണ്ട് എന്നും നോക്കണത് പോലെ നോക്കിയപ്പോ ദാ നിൽക്കുന്നു ഭഗവാനെ, പറഞ്ഞാൽ അങ്ങോട്ട് തീരില്ല. അതുപോലത്തെ അപാരമായിരിക്കുന്ന സുന്ദരമായ ആ ബാലഭാവം ആ അമ്മ കണ്ടതും സ്തംഭിച്ചവിടെ നിന്നുപോയതാണ്. പിന്നെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ഭഗവാനെ കണ്ടതും താൻ പഴമിക്കാൻ പോവാ, വിറ്റാലേ എനിക്കുന്നത് വല്ലതും വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒന്നും ചിന്തിച്ചില്ല. അവിടെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കൺകുളിർക്ക കണ്ടു ഭഗവാന്റെ ദിവ്യമായ രൂപം. ഭഗവാന് മനസ്സിലായി ഈ അമ്മയുടെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമാകും, ഇവിടെ താൻ തന്നെ അനുഗ്രഹിച്ചെങ്കിൽ സാധ്യമാകുമെന്ന്. അപ്പൊ അവിടെ കിടന്ന് ബഹളം വെച്ചത്രേ, യശോദാമ്മ എനിക്കിപ്പോ പഴം വേണം. പഴക്കാരി അമ്മ വന്നിരിക്കണു, പഴം വേണം ബഹളായെന്ന. അങ്ങനെ യശോദാം കണ്ണം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് യശോദാമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ വാശി പിടിക്കാൻ പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ദുർവാശികളാണ് ഭഗവാൻ അറിയാം. പെട്ടെന്ന് പിണങ്ങും, നിസ്സാര കാര്യം മതി പിണങ്ങാന്നാ പറയാം. അതുകൊണ്ട് ഭഗവാന്റെ ആ കരച്ചിൽ കേട്ടപ്പോ യശോദാ പറഞ്ഞു, വാങ്ങിക്കോളൂ കണ്ണാന്ന് പറഞ്ഞു. അമ്മയെ കൈകാട്ടി വിളിച്ചു. അമ്മ പതുക്കെ എന്തൊക്കെയോ കണ്ടിട്ട് വരുന്നത് പോലെ ആ പടക്കൊട്ടയെ തലയിൽ വെച്ച് ഇങ്ങനെ മുമ്പിൽ വന്ന് ആ കൊട്ടയെ കൊണ്ട് താത്തു വെച്ച് ആ തിരുമുഖത്തോട്ട് നോക്കിയിരുന്നുകൊണ്ട് ഈ കൊട്ടയ്ക്കകത്തി ഓരോ പടം എടുത്തു വെച്ചു. വില എന്താന്ന് പറഞ്ഞില്ല, എത്ര വേണമെന്ന് ചോദിച്ചില്ല, ഉണ്ണിക്ക് ഏത് പഴമാ വേണ്ടെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അവസാനം കൈയിട്ടപ്പോ കൊട്ടയ്ക്കകത്തൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോഴാണ് അമ്മ ബോധത്തിലേക്ക് എത്തിയത്. ആലോചിച്ചു, എന്റെ ഭഗവാനെ, എല്ലാ ഈ കുഞ്ഞിന്റെ കാൽപാദത്തിൽ ഞാൻ സമർപ്പിച്ചു വെച്ചുവല്ലോ, ഇനി എങ്ങനെ തിരിച്ചെടുക്കാൻ? കൊടുത്തതൊന്നും തിരിച്ചെടുക്കാൻ പാടില്ല. സമർപ്പണം ചെയ്താൽ പിന്നെ അവിടെ തന്റേതെന്ന് അവകാശവാദം തനിക്കില്ലേ. നമ്മളൊക്കെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും ഒക്കെ എഴുതിക്കൊണ്ട് കൊടുക്കും ഇല്ലേ? ഇതിലെല്ലാം നമ്മുടേതെന്നൊരു അഹംഭാവം നമുക്കുണ്ടാവും. ഇവിടെ അങ്ങോട്ട് ഭഗവാനിട്ടൊക്കെ സമർപ്പിച്ചാൽ പിന്നെ നമ്മുടേതെന്ന് പറയാൻ അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ആകെപ്പാടെ വല്ലാത്തൊരു അനുഭവമായി. ഇതെന്താ ഞാൻ ഈ ചെയ്തത്? ഇനി എങ്ങനെ ഇതിന്റെ വില പറയുക? ഈ ഉണ്ണിയുടെ മുഖം നോക്കിയിട്ട് വില പറയാനും കഴിയണില്ല, ഒന്നും ചോദിക്കാനും കഴിയണില്ല, ഒന്നും പറയാനും കഴിയണില്ല, ഒന്നും വയ്യാത്ത അവസ്ഥയായി. ഭഗവാന് മനസ്സിലായി അമ്മ ആകപ്പാടെ തന്റെ മുമ്പിലേക്ക് സർവസ്വം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അമ്മയ്ക്ക് തിരിച്ചൊന്നും ചോദിക്കാനില്ലാത്ത അവസ്ഥയായി എന്ന് കാരുണ്യമൂർത്തിയായ ഭഗവാൻ അറിഞ്ഞു. പറഞ്ഞു, അമ്മ പഴം വാങ്ങി ഞാന് അതിന് വില കൊടുക്കണം. അന്ന് ധനമൊന്നും അല്ലല്ലോ കൊടുക്കുക, ധാന്യങ്ങളാണ് കൊടുക്കുക. അപ്പൊ അതിന് കണ്ണ അവിടെ ഇരിപ്പുണ്ട്, ധാന്യം വാരിക്കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. യശോദാമ്മ പശുവിനെ കിടക്കാം. ഉടനെ അങ്ങോട്ട് ചെന്ന് രണ്ട് കൈ കൊണ്ടും വാരി, കുഞ്ഞി കൈയല്ലേ, രണ്ട് കൈ കൊണ്ടും വാരിയപ്പോ താഴെ പോന്നു. അപ്പൊ മുറുക്കി പിടിച്ചു. അപ്പൊ പിന്നെ എത്ര കൊള്ളും കഴിക്കാത്ത അത് നെഞ്ചോട് ചേർത്ത് വിട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന് അകപ്പാടെ കൊണ്ടുവന്നപ്പോ 8 or 10 ധാന്യമേ ഉള്ളൂ. അമ്മയുടെ കൊട്ടയ്ക്കകത്തിട്ട് കൊടുക്കണം. അമ്മയൊരു അക്ഷരവും പറഞ്ഞില്ല, ഒന്നും നോക്കിയില്ല. ആ കൊട്ടയെടുത്ത് വെച്ച് തിരിഞ്ഞു നോക്കി തന്റെ വീട്ടിലേക്ക് പോയി. താൻ പട്ടിണിയാവുമെന്നോ, അല്ലെ താൻ ഇന്നെങ്ങനെ കഴിയുമെന്നോ, തന്റെ കുടുംബം എങ്ങനെ കഴിഞ്ഞുകൂടുമെന്നോ ഒന്നും ആലോചിച്ചില്ല. ആ കണ്ട രൂപത്തെ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് അതിൽ പരമാനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ട് അമ്മ അങ്ങനെ തന്റെ ഗൃഹത്തിലേക്ക് പോയി. ചെന്ന് വീട്ടിൽ ചെന്ന് കൊട്ടയെ അങ്ങോട്ട് താത്തു വെച്ചപ്പോഴോ അതിനകത്ത് നിറച്ച രത്നങ്ങളും വൈഡൂര്യവും ഒക്കെ ആയിട്ട് നിറച്ചുണ്ട്. അമ്മയാകപ്പെടെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും പറയണ സത്യം, ഇത് അത്ഭുത ബാലം തന്നെ എന്ന് സങ്കല്പിച്ചു. അങ്ങനെ പിന്നീട് കാലങ്ങളോളം ആ അമ്മ ഭഗവാനെ മാത്രം ആയുഷ് ബാക്കിയുണ്ടായിരുന്ന കാലം മുഴുവൻ ഭഗവാനെ മാത്രം ധ്യാനിച്ച് ആ അമ്മയുടെ ജന്മം മുക്തിയിലേക്ക് പോയി. ഭഗവാനെ ആശ്രയിച്ചാല് ഭഗവാൻ കൊണ്ട് തരുന്നത്, കഥ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞേ, ഭഗവാൻ എങ്ങനെ എപ്പോ എവിടെ വെച്ച് കൊണ്ടുതരുമെന്ന് നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ഏത് വിധത്തിലാ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാന്ന് നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റില്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. പരമമായിട്ട് ഭഗവാനെ ആശ്രയിച്ചോ ആ കാരുണ്യമൂർത്തി ഒരിക്കലും കൈവിടില്ല. പറയാറുണ്ട്, നിനക്കൊരടി 10 അടി ദൂരം എന്നിലേക്കുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നീ ഒരടി വെച്ചാൽ ബാക്കി 9 അടി ഞാൻ എന്നിലേക്ക് വെച്ച് വന്നോളാം. പക്ഷെ എന്ത് വേണം? എന്നെ ഉറപ്പിച്ച ഒരടി നീ മുൻപോട്ട് വെക്കണം. പക്ഷെ നമുക്ക് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ആ ഒരടി നമ്മൾ ഇങ്ങോട്ട് വെക്കില്ല, ഭഗവാനിലേക്ക് വെക്കില്ല. അപ്പൊ അതുപോലെ ആ വിപ്രപത്നിമാരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ്
ഗോകുലവാസികൾക്കുണ്ടായ വലിയ ഒരു സങ്കടത്തിൽ നിന്ന് ഭഗവാന് ഗോകുലവാസികളെ രക്ഷിക്കുന്നത്. ഇന്ദ്രന് വേണ്ടിയിട്ട് നടത്തുന്ന പൂജ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ദ്രന്റെ പൂജ നടത്തുക. എല്ലാ വർഷവും നടത്താറുണ്ട്. ഭഗവാൻ 7 വയസ്സ് മാത്രം പ്രായം. ഭഗവാൻ പിതാവായ നന്ദഗോപനോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഈ ഒരുക്കങ്ങളൊക്കെ? അപ്പോ വടയും പഴവും പായസവും ഒക്കെ വെച്ച് ഗംഭീരമായ പൂജകൾ നടക്കണം. എന്താണ് ഈ പൂജയ്ക്ക് കാരണം ചോദിച്ചാൽ പറഞ്ഞു, നമുക്ക് വർഷം തരുന്നത് ഇന്ദ്രനാണ്, മഴയൊക്കെ തരുന്നത് ഇന്ദ്രൻ. അതുകൊണ്ടാണ് ഈ ഗോവർദ്ധനഗിരിയിൽ ഇങ്ങനെ പുല്ല് മുളയ്ക്കുന്നതും ആ പുല്ല് നിന്നിട്ടാണ് നമുക്ക് പശു വളരുന്നതും അതുകൊണ്ടാണ് നമുക്ക് പാല് ഭംഗിയായിട്ട് കിട്ടണതും അത് വിറ്റിട്ടാണ് നമ്മൾ ജീവിക്കുന്നതും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഹേ പിതാവേ, ഇന്ദ്രനല്ല ഇതൊന്നും ചെയ്യുന്നത്. ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം സത്കർമ്മമാക്കാൻ ഇന്ദ്രന് സാധിക്കില്ല. കാരണം ഇന്ദ്രനും ഗുണത്തിന് അതീതനല്ല, ഗുണത്തിന് അധീതനാണ്. ത്രിമൂർത്തികൾ പോലും കർമ്മഫലം അനുഭവിക്കേണ്ടവർ. അതുകൊണ്ട് പിന്നെ അങ്ങീ പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? നമ്മളെ സംരക്ഷിക്കുന്നത് ഇന്ദ്രനല്ല, നമ്മുടെ കുലദേവതയായിരിക്കുന്ന ഗോവർദ്ധനമാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തിന് വേണം പൂജ കൊടുക്കാൻ. അങ്ങനെ ഭഗവാന്റെ വാക്കുകളെ കേട്ട നന്ദഗോപനും മറ്റു ഗോപന്മാരും കുലദേവതയായിരിക്കുന്ന ഗോവർദ്ധനത്തിന് പൂജ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഭഗവാൻ നമുക്ക് വേണ്ടി ഒരു സന്ദേശം തരുന്നുണ്ട്. കുലദേവതയെ പൂജിക്കാതെ മറ്റന്യനെ പൂജിക്കിൽ ഗുണമുണ്ടാവില്ല എന്നു മാത്രമല്ല ദോഷവും വന്നു ചേരും. നമുക്കറിയാൻ വയ്യാത്ത ഒരു പാർട്ടി അതാ. ഏത്? കുലദേവത. ഇവിടെ വല്ല വീഡിയോ ഉണ്ടാവും. ഓരോരുത്തരും തപ്പിക്കൊണ്ട് നടക്കുക. ഇപ്പോഴും കുലദേവത അല്ലെ കുടുംബദേവത എവിടെയാന്ന് ഒരു നല്ലൊരു ശതമാനം നമ്മുടെ വിഭാഗത്തിൽ ഹിന്ദുജനത്തിന് അറിയത്തില്ല. പലരും വന്ന് ചോദിക്കാറുണ്ട്, സ്വാമി കുടുംബദേവതയെ അറിയത്തില്ലേ, പിന്നെ എന്തോ ചെയ്യും? സ്വന്തം അമ്മയെ അറിയാത്തത് പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? സ്വന്തം അമ്മയെ അറിയില്ല, എങ്ങനെയാ സാധ്യമാവുക? കുടുംബദേവത അല്ലെ കുലദേവത എവിടാന്ന് ഏത് വിധത്തിലെങ്കിലും കണ്ടെത്തിക്കണം. കാരണം കുലദേവതയും പിതൃക്കളും ദേശദേവതയും ഇത് മൂന്നും അനുഗ്രഹിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. പിതൃക്കൾ അനുഗ്രഹിച്ചില്ലെങ്കിൽ സന്തതി ഉണ്ടാവില്ല. പിതൃശാപമുള്ളവന് സന്തതി ഉണ്ടാവില്ല. കുലദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ദേശദേവത അനുഗ്രഹിച്ചില്ലെങ്കിൽ ആ മണ്ണിൽ സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റില്ല. എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരമപ്രധാനമായിട്ടത് 3 എണ്ണമായിരിക്കും നമ്മളായിട്ട് ചുറ്റിക്കണം. അതുപോലെ നാഗദോഷമുണ്ടെങ്കിൽ സന്തതികൾ ഉണ്ടാവില്ല. കാരണം മണ്ണിന് അധിപതി നാഗങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ ആയില്യത്തിനും ആയില്യം പൂജ നടത്തണം എന്നൊക്കെ പറയണം. നാഗപ്രീതി വരുത്തണം. സന്തതികൾക്ക് വേണ്ടതായ ഐശ്വര്യത്തെ നൽകുന്നത് നാഗങ്ങളാണ് പറയുക. ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും ഭഗവാൻ പറയണോ, കുലദേവതയെ പൂജിക്കാതെ വേറെ ആരെയും പൂജിച്ചിട്ടൊരു കാര്യവും ഇല്ല. നമ്മൾ കുലദേവതയും കാണാൻ പോവില്ല, ദേശദേവതയും കാണാൻ പോവില്ല. വീടി കോച്ച് പിടിച്ച് എവിടെ വേണേലും പോയി ആരെ വേണേലും പോയി കാണും. ഇല്ലേ? ശരിയല്ലേ? പോണ വഴിക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കിട്ടാൻ ഞങ്ങൾ തന്നെ ഗുരുവായൂരൊന്ന് പോവാ കേട്ടോ, അങ്ങോട്ടൊരു മെസ്സേജ് വിട്ടെടുക്കണമെന്ന് ആരെങ്കിലും പറയുമോ? ഇവിടെ എന്തോ ഇരിക്കുന്നു, ഗുരുവായൂരായപ്പോ എന്നാന്ന്. അവിടെ ചെന്ന് മഞ്ജുളാലിന്റെ അവിടെ ഇറങ്ങുമ്പോഴേ കിഴക്കോട്ടിരുന്ന പുള്ളി നേരെ പഠിക്കാണ്ട് തിരിഞ്ഞിരിക്കും. എന്താ കാര്യം? നീ നിന്റെ സ്വന്തം അച്ഛനെ കാണാതെ അങ്ങോട്ട് എന്നെ കാണാൻ പറ്റില്ല, അവിടെ നിന്നെ കാണാൻ കൊള്ളുകയെന്ന് പറയാം. മനസ്സിലാവണുണ്ട് പറയണേ. അതുകൊണ്ട് ഇവിടെ എത്രമാത്രം ഐശ്വര്യപ്രദമായിട്ട് നമ്മൾ കാത്തു സംരക്ഷിക്കുന്നു, അതിനനുസൃതമായിട്ട് നമുക്കുള്ള അനുഗ്രഹങ്ങളും മറ്റിടങ്ങളിൽ നിന്നുണ്ടാവും. നമ്മൾ ചെന്നാൽ മറ്റുള്ള ദേവതയെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള സിഗ്നൽ അവിടെ കിട്ടണം. നമ്മൾ വിചാരിക്കും ഇത്രയും ദൂരെ അല്ലേ ഗുരുവായൂര്, പിന്നെ ഇവിടവുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷെ ഇവര് തമ്മിൽ ബന്ധമുണ്ട്, അവിടെ ആവശ്യം. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ ചരിത്രപാദങ്ങൾ പറയും, ആശ്രമത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരതിയുടെ സമയത്തിന് മുമ്പ് ഇറങ്ങിക്കണം. ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴും ഒന്നിൽ ആരതി കഴിഞ്ഞേ പോകാവൂ, അല്ലെങ്കിൽ ആരതിക്ക് മുമ്പ് ഇറങ്ങിക്കണം. കാലങ്ങളോളം ഞങ്ങളെ വണ്ടി വിളിച്ചു പോകാനും
ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ ആരതി നടക്കുമ്പോ സർവ്വദേവതകളുടെയും ഗുരുക്കന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആരതി സമയത്ത് ആരും ഒന്നും പോയില്ല. അപ്പൊ നമ്മുടെ രക്ഷയ്ക്കാരും കൂടെ വരാനുണ്ടാവില്ല. പറയാറില്ലേ, ശിവക്ഷേത്രത്തിൽ ചെന്നാൽ തൊഴുതേച്ച് അവിടെ നിന്ന് ഇരുന്നിട്ടേ പോകാവൂ. എന്താ കാര്യം? ഭഗവാനെ ദർശിച്ചിറങ്ങുമ്പോ നമുക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഭഗവാന്റെ ഭൂതഗണങ്ങളെ കൂടെ അയക്കുന്ന ആ സങ്കല്പം. ധൃതി വെച്ച് ശിവനെ കാണാൻ പോകുന്നത്. അത് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ ചെന്ന് തൊഴുതാൻ, ഓട്ടപ്രദക്ഷിണം നടത്താൻ, സമാധാനത്തെ പ്രദക്ഷിണമൊക്കെ വെച്ച് 1 മിനിറ്റ് അവിടെ ഇരുന്ന് ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് എഴുന്നേറ്റ് പോകാവും. അതിനൊക്കെ നേരം ഉണ്ടായാലും അമ്പലത്തിൽ പോകാവും. അല്ല, ഇവിടെ നമ്മോട്ട് കയറി ഇവിടെ പിന്നെ തിരുമേനി ആരും തരാനില്ല. അവിടെ വെച്ചാൽ 10 ഒട്ടിച്ചിട്ട് അവരോട് ചോദിക്കണ്ടല്ലോ. മറ്റേക്കാണില്ല, അമ്പലത്തിൽ കയറി തിരുമേനിയെ നേരെ ഇല്ല കേട്ടോ, ചില സ്ഥലം വെച്ചാൽ അതേ വരുന്നതെന്ന് പറഞ്ഞു തീരുന്നതും ആളുകൂടി പ്രദർശനം വെച്ച മുമ്പിൽ വരും. അങ്ങനെ ക്ഷേത്രത്തിൽ പോകരുത്, സമാധാനത്തെ പോകണം. ഞാനാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെ കുറവാണ്. ഈ ബോധമൊക്കല്ലാതെ അധികം ക്ഷേത്രത്തിൽ ഒന്നും പോകാറ്. തെക്കുളത്തലത്തൊക്കെ കയറിയിട്ട് ആളുകളായി. കാരണം ചെന്നാൽ സ്വസ്ഥമായിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നതുകൊണ്ട് മിക്കവാറും പരിചയക്കാരായിരിക്കും. ആശാന്തം എന്തുകൊണ്ട് പരിപാടിയൊന്നും ഇല്ലാതെന്ന് പറഞ്ഞ് ഓളത്തൊട്ടു. അപ്പൊ നമ്മുടെ ഉദ്ദേശം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണ്ട് ആ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്കേ പോകാവൂ, ആരെയും കൂടെ കൊണ്ടുപോകരുത്. വേറൊരു ഗൃഹത്തിലും ചെന്ന് കയറരുത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അവനവന്റെ വീട്ടിലേ വന്ന് കയറാം. പോകുന്ന വഴിക്ക് ആരോടും സംസാരിക്കരുത്. വർത്താനം പറഞ്ഞില്ലെങ്കിൽ, ശങ്കരിയെ കണ്ടപ്പോ വർത്താനം പറഞ്ഞില്ലെങ്കിൽ അല്ലേ, ശങ്കരി എന്നാ വിചാരിക്കും എന്ന് വിചാരിച്ചാൽ ശങ്കരിയെ നീ എവിടെ പോകുന്ന രീതി വെച്ചിട്ട് പോകുന്നുണ്ടോ? ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ നമ്മുടെ സംസാരം എന്തുവാ? നല്ലത് വല്ലതും പറയുമോ? അപ്പുറത്തെ ഗോമതിയുടെ മോൾ ഒളിച്ചോടി പോയതും അപ്പുറത്തെ ഭാസ്കരൻ ആരണ്ടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞതും ഒക്കെയാണ് നമ്മൾ അവിടെ ചെന്ന് പറയാം. എന്നിട്ട് അവസാനം പറയാം, തിരുമേനി കേൾക്കുമ്പോ അതൊക്കെ പറയുന്ന എല്ലാ കാര്യമുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ ശങ്കരൻ വരും മുമ്പില്, അല്ലെ ശങ്കരന്റെ മോള് വരും മുമ്പില്. ഭഗവാനെ കാണാൻ പോയത് നല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് ഭഗവത് നാമം ജപിച്ചുകൊണ്ട് മാത്രം ക്ഷേത്രത്തിൽ പോവാം. തിരിച്ചു വീട്ടിൽ കയറി വരുന്നത് വരെ എന്താ വേറൊരാളെ കൂടെ കൊണ്ടുപോകുന്ന പറയുന്നത്? പരസ്പരം വർത്തമാനം പറഞ്ഞു. അതും അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായിരിക്കണം എന്ന് പറയാം. ഭഗവാന്റെ കഥകൾ മാത്രം പറയുന്ന ഒരാളിന്റെ കൂടാണ് നമ്മൾ പോണതെങ്കിൽ ഭഗവാന്റെ കഥകൾ മാത്രം പറഞ്ഞില്ലേ ഭഗവാനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകും. എല്ലാത്തിനത്തോളം കാലം നമുക്ക് ആ ഉള്ള സമാധാനം കൂടെ ചിലരുടെ കൂടെ പോയാൽ ഇല്ലാതെയാവും. അതുകൊണ്ട് ആ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്കാവും. എന്നാൽ യജ്ഞങ്ങൾക്ക് പോകുമ്പോഴോ എത്ര ആളിനെ കൂട്ടിക്കൊണ്ട് പോകാമോ അത്രയും ആളിനെ കൂട്ടിക്കൊണ്ട് പോകാം. അതെന്തിനാ സ്വാമി യജ്ഞത്തിന് പോകുമ്പോ എല്ലാരെയും കൂട്ടിക്കൊണ്ട്? നിങ്ങൾക്ക് കാശ് കിട്ടാനല്ലയോ? അല്ല, നമുക്ക് കിട്ടപ്പോലൊന്നും ഉണ്ടാവില്ല ആര് വന്നാലും. എന്തിനാ അങ്ങനെയുള്ളപ്പോ കിട്ടുന്നത്? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനത്തിന്റെ വഴിയാണ്. നമ്മൾ കാരണം ഒരാൾക്ക് കൂടി ഒരു അറിവ് നേടിക്കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ്. ഒരുത്തനെ അറിവിലേക്ക് നയിക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ്. ആ പുണ്യാംശത്തെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ പോകണം. ഇപ്പൊ ക്ഷേത്രത്തിൽ പോയാൽ പുണ്യം കിട്ടത്തില്ലയോ? കിട്ടാഴികൊണ്ടല്ല, പക്ഷെ ഇതാ പ്രശ്നം. അപ്പൊ എന്തായാലും അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? ഇന്ദ്രനുള്ള പൂജ മുടക്കിയിട്ട് കുലദേവതയായ ഗോവർദ്ധനത്തിന് പൂജ ചെയ്തു. അപ്പവും അടിയും പായസവും ഒക്കെ വെച്ച് ഗോവർദ്ധനം മുഴുവൻ അലങ്കരിച്ച് ഗംഭീരമായ രീതിയിൽ ഹോമവും കാര്യങ്ങളും ഒക്കെ നടത്തി പൂജ ചെയ്തു. നിവേദ്യ സമയമായപ്പോ ഗോവർദ്ധനം പിളർന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ച സാധനം മുഴുവൻ കഴിച്ചു. ഭഗവാൻ അവിടെ നിപ്പുണ്ട്. ഉടനെ അച്ഛനെ തോണ്ടി വെച്ച് വെച്ചാ ഇത്രയും കാലം ഇന്ദ്രന്റെ പൂജത്തിൽ ഇന്ന് വരെ ഇന്ദ്രൻ വന്ന് നിന്നിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ കുലദേവതയായ ഗോവർദ്ധനത്തിനെ പൂജിച്ചപ്പോ നാം കൊടുത്ത സർവ്വ നൈവേദ്യവുമായി സ്വീകരിച്ചു. നമ്മുടെ കുലദേവത സ്വീകരിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എന്നിട്ട് വൃത്തി പറഞ്ഞു, ഞാൻ നിങ്ങൾ വന്നതിനെ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അവിടെ ഭഗവാൻ കാട്ടിത്തരുന്നു.
ദാതാവും ഭോക്താവും ഞാൻ തന്നെയാണ്, മറ്റാരും. എല്ലാം തരണതും ഞാൻ തന്നെയാണ്, അതുപോലെ എടുക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന ബോധത്തെ നൽകി. എന്തായാലും അത് ഇന്ദ്രൻ അറിഞ്ഞു. തന്റെ പൂജ മുഴുവൻ മുടങ്ങി. അത് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുക്കൻ കാരണമാണ്, ഒരു ഗോപാലൻ കാരണമാണ് തനിക്ക് പൂജകളൊക്കെ മുടങ്ങിയത് എന്നറിഞ്ഞ് ഗോകുലവാസികളോട് അത്യന്തികമായ ദേഷ്യമുണ്ടായി ഇന്ദ്രന്. ഈ ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചവന്റെ ബാക്കി കാര്യമാണ്. അത്രയ്ക്ക് മുഷ്കനായോ എന്നൊക്കെ ചോദിച്ച് ഇന്ദ്രൻ എന്ത് ചെയ്തു? മേഘങ്ങളെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ അവിടെ കണ്ടിരിക്കുന്നു, ഇറങ്ങല്ല, അവിടെ ഇരിക്കും. അങ്കമാലിക്ക് 5ാം ക്ലാസ് തന്നെ മണ്ടയ്ക്ക് അറിയാം. മൂന്ന് പേര് 3 മതി, വർത്തമാനം പറയണ്ട. ഞാൻ ഒറ്റ ദിവസം അതിന്റെ മുകളിൽ കയറി ഇരുന്ന് പോലെ ഞാൻ പോകുന്നവരെ കണ്ടാൽ ഞാൻ മൂക്ക് കണ്ടിട്ടുള്ളൂ. ഈ ചിരിക്കുന്ന മുഖമൊന്നും അല്ല എനിക്ക്, വേറൊരു മുഖമുണ്ട് നരസിംഹത്തിന്റെ. പ്രകടിപ്പിക്കരുത് എന്നെ കൊണ്ട്, ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ മേഘങ്ങളോട് പറഞ്ഞു, നീ ആണ്ട് എനിക്കുള്ള പൂജയെ മുടക്കി ഗോകുലവാസികൾ, അതുകൊണ്ട് അവരെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കാമോ അത്രമാത്രം പ്രതിസന്ധിയിലാക്കുന്ന വിധത്തില് ഘോരമായ വർഷം പൊഴിക്കാൻ പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നും ഇല്ല ആർക്കും. അതുകൊണ്ട് മേഘങ്ങളെല്ലാം കൂടെ ചെന്ന് ഗംഭീരമായ വർഷം നടത്തുന്ന 7 ദിവസം അഹോരാത്രം തടുക്കാത്ത രീതിയിലുള്ള മഴ, കാറ്റും മഴയും ഇടിയും ഒക്കെ ആയി. കാറ്റും ഇടിമുഴക്കമൊക്കെ കേട്ടപ്പോ ഗോകുലവാസികൾക്ക് മനസ്സിലായി ഇന്ദ്രന്റെ കോപമാണെന്ന് മനസ്സിലായി. വേഗം തന്നെ ഭഗവാൻ അരികിൽ ചെന്ന് പറഞ്ഞു, കണ്ണാ, നീ പറഞ്ഞിട്ടാണ് ഇന്ദ്രനുള്ള പൂജ മുടക്കിയത്. ഇന്ദ്രൻ കോപിച്ചിരിക്കുന്നു, നമുക്കിനി തടുക്കാൻ സാധ്യമാവില്ല ഇന്ദ്രനെ. അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് വഴി കാണണമെന്ന് പറയും. ഭഗവാൻ പറഞ്ഞു, ആരും പേടിക്കണ്ട. എന്താ കാരണം? നമ്മൾ പൂജ കൊടുത്തത് വേറെ ആർക്കും അല്ല. ആർക്കാ കൊടുത്തത്? നമ്മുടെ കുലദേവതയ്ക്കാണ്. അതുകൊണ്ട് പൂജ സ്വീകരിച്ചു എന്നല്ലേ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആ കുലദേവതയ്ക്കുണ്ട്. പോരാൻ പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു, എല്ലാ പശുക്കളെയും കുട്ടികളെയും എല്ലാം എടുത്തോളൂ, എല്ലാരും കൂടെ കൊല്ലുന്നു. അങ്ങനെ ഗോവർദ്ധനത്തെ ചുള്ളിച്ചെന്ന് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ആ കുഞ്ഞി കൈകൾ കൊണ്ട് ആ ഗോവർദ്ധനത്തെ കുത്തിപ്പറിച്ച് തന്റെ ഒരു വിരലിൽ കുടയായിട്ട് ചൂടിയണം. ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ ഒരു കുട ചൂടണത്, അതേ ഭാവത്തിൽ ഭഗവാൻ ആ ഗംഭീരമായിരിക്കുന്ന പർവ്വതത്തെ തന്റെ ഒരു വിരലില് അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇതിനകത്ത് കയറിക്കൊള്ളുന്ന എല്ലാ ഗോകുലവാസികളെല്ലാം വന്ന് ഈ ഗോവർദ്ധനത്തിന്റെ അടിയിൽ കയറി. പശുക്കളും കുട്ടികളും എല്ലാം ഉണ്ട്. എന്നിട്ടും ഇനിയും അനേകം ആൾക്കാർക്ക് കയറി നിൽക്കാവുന്ന ഇടം അവിടെ ഉണ്ടായിരുന്ന. ഭഗവാൻ പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ഈ പർവ്വതം താഴെ പോകും നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട, ഭയക്കണ്ട, എല്ലാവരും കയറി തൊഴും. കുട്ടിക്കാലം മുതലേ ഭഗവാനോട് എന്തെന്നില്ലാത്ത ഒരു വിശ്വാസം ഈ ഗോകുലവാസികൾക്കുണ്ട്. ഭഗവാൻ പറയണതൊന്നും തെറ്റില്ല, അല്ലെങ്കിൽ ഭഗവാൻ ചതിക്കില്ല എന്നൊരു ബോധം തന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കണ്ണൻ എന്തു പറഞ്ഞാലും അതിനപ്പുറത്തൊരു വാക്ക് വേറെ ഇല്ല. ഈ പശുക്കളെ മേയ്ക്കാൻ കുട്ടികള് പോകാൻ തയ്യാറാവുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നത് ആദ്യം കണ്ണൻ കൂടെ ഉണ്ടോന്നാണ്. കണ്ണൻ ഉണ്ടെങ്കിലേ പിള്ളേരെ വിടും. അത് എവിടെ പോയാലും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് ഭയമില്ല. കാരണം സാക്ഷാൽ ജഗന്നിയന്താവായിരിക്കുന്ന ഭഗവാൻ കൂടെ ഉള്ളപ്പോ പിന്നെ മറ്റൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയില്ല ഭഗവാനാണോന്നും. പക്ഷെങ്കിൽ ആ കണ്ണൻ കൂടെ ഉണ്ടോ, കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ധൈര്യമാണ്. അങ്ങനെ എല്ലാവരും ഈ ഗോവർദ്ധനത്തിന്റെ അടിയിൽ കയറി നിന്നു. 7 ദിവസം ഘോരമായ കാറ്റും മഴയൊക്കെ ഉണ്ടായി. പക്ഷെ ആരും ഒന്നും അറിഞ്ഞില്ല. ഭഗവാൻ തന്റെ പൊന്നോടെ കുഴലെടുത്ത് ആ കുഴലിൽ കൂടി അതിസുന്ദരമായ വേണുനാദം മുഴക്കി. എല്ലാവരും അതിൽ ചങ്ങനയെ നിന്നു. 7
ദിവസം കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത് എല്ലാ പ്രതിസന്ധികളും മാറിയിട്ടുണ്ട്. എന്ത് ചെയ്തോളൂ? എല്ലാവരും പുറത്തിറങ്ങിക്കോളൂ, ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാവരും ഓരോരുത്തരായിട്ട് പർവ്വതത്തിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഭഗവാൻ പതുക്കെ ആ പർവ്വതത്തെ താഴ്ത്തി വെച്ചു. അപ്പോഴാണ് 7 ദിവസം കഴിഞ്ഞപ്പോ ഇന്ദ്രൻ വന്ന് നോക്കി. ഗോകുലൊക്കെ വെള്ളത്തിനകത്ത് മുങ്ങി നാശമായി കാണുന്നൊക്കെ വിചാരിച്ച് തന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എന്ന അഹംഭാവത്തിന് ഇന്ദ്രൻ വന്ന് നോക്കിയപ്പോ ഒരു മാക്രി മുള്ളി വെള്ളം പോലും അവിടെ ഇല്ല. അതിശയിച്ചു പോയി ഇന്ദ്രൻ. 700 കൊല്ലം പെയ്യേണ്ട മഴ 7 ദിവസം കൊണ്ട് പെയ്യുന്നതാണ്. അത്ര ശക്തമായ വർഷത്തിലും ഗോകുലവാസികൾക്ക് യാതൊരു വിധമായ കുഴപ്പവും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രൻ അതിശയായി. അപ്പോഴിന്ദ്രൻ ആലോചിച്ചത് സാധാരണക്കാരനായ ഒരു കുട്ടിയല്ല, മറ്റെന്തോ ആണ് ഇവൻ എന്ന് ബോധമുണ്ടായി. അഹങ്കാരം നശിച്ചപ്പോ ഭഗവാൻ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആർക്ക്? ഇന്ദ്രന്. അവിടെ നിന്നുകൊണ്ട് സ്തുതിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കുള്ള പൂജയെ മുടക്കിയപ്പോ എന്റെ അഹന്ത കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു പോയതാ. അങ്ങ് ആരാണെന്നുള്ള ബോധം എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഇങ്ങനൊരു അപരാധം ചെയ്തത്. ഇവിടെ വെച്ച് ദേവലോകത്തെ ഗോമാതാവായിരിക്കുന്ന, അല്ലെ ഗോക്കളുടെ മുഴുവൻ മാതാവായിരിക്കുന്ന സുരഭി തന്റെ പാല് കൊണ്ടും അഹിരാവതം ആകാശ ഗംഗാജലം കൊണ്ടും അങ്ങേക്ക് അഭിഷേകം ചെയ്ത് അങ്ങയെ ഗോവിന്ദൻ എന്ന നാമത്തോടു കൂടി അഭിഷേകം ചെയ്തിരുത്തും. അതിനെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ ഒരു വാക്ക് പറയേണ്ട അവിടെ. ഹേ ഇന്ദ്ര, മനുഷ്യന് ഐശ്വര്യം കൂടിപ്പോയാൽ ഈശ്വരനെ മറക്കും. എന്നെ മറന്നാൽ ഉണ്ടാവുന്ന ദുരന്തം വളരെ വലുതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്നെ മറന്നു പോവാതെ ജീവിക്കണം എന്ന് നിന്നെ ബോധിപ്പിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. നിനക്കൊരു ധാരണയുണ്ട്, നീ വലിയ ആളാണ്, പക്ഷെ നീ അല്ല വലിയ ആളെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ടത് എന്റെ ആവശ്യകതയാണ്. ഇത് നമുക്കുള്ള സന്ദേശം. നമുക്കെല്ലാം ധാരണയുണ്ട്, കുറച്ച് ധനവും കുറെ പറമ്പും അല്ലെങ്കിൽ ഉദ്യോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞാനാണ് വലിയ സംഭവം. നമ്മൾ ഒരു സംഭവവും അല്ലാന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും. ഇവിടെ ഇതുകൊണ്ട് ഞാൻ വിചാരിക്കും എന്റെ മിടുക്കൊണ്ടാ ഈ ഒച്ചടപ്പായിട്ടും ഇത്രയും ശബ്ദം ഘനഗംഭീരമായ ശബ്ദത്തിൽ പറയാൻ കഴിയണത് എന്ന് ഞാൻ അഹങ്കരിക്കാൻ പോയാൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരു പിടുത്തം പിടിച്ച പിന്നെ ഒരു ശബ്ദവും പുറത്തോട്ട് വരത്തില്ല. വരുമോ? ഇല്ല. ഒന്ന് ശ്വാസം മുട്ടിപ്പോയാൽ പിന്നെ ഒരു ശബ്ദം പുറത്തേക്ക് വരുമോ? വരില്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ മിടുക്കൊണ്ടല്ല. ഇതെല്ലാം ആ കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഞാനൊരു വെറും ഒരു മീഡിയേറ്റർ മാത്രമാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓരോന്നും നമ്മൾ എടുക്കുമ്പോ ഭഗവാനെ ഇത് നിന്റേതാണ് എന്റേതല്ല എന്ന ഭാവം വേണം. ഞങ്ങളൊക്കെ ഹോമത്തിനിരിക്കുമ്പോ അവസാനം നീ ഹോമിക്കും. അന്നേരം ഒരു വാക്ക് പറയാണ്ട്, അഗ്നിരിതം മമ സ്വാഹ. ഹേ അഗ്നിദേവ, ഇതൊന്നും എന്റേതല്ല. ഞാനേതാ? ഇത് മുഴുവൻ നിന്റേതാണ്. അതിനെ ഞാൻ നിന്നിലേക്ക്, എന്റെ കൈകളിൽ വന്നതിന്റെ ഒരു അംശത്തെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നിനും യാതൊന്നും എനിക്ക് അവകാശപ്പെടാനായിട്ട് ഇല്ല. ബ്രഹ്മാവിന് അബദ്ധം പറ്റുന്നുണ്ട്. ഈ കൃഷ്ണനായിട്ട് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും ശക്തിക്ക് വല്ല കുറവുണ്ടോ എന്നറിയാന് ഈ പശുക്കളെയും പിള്ളേരെ അടിച്ചോണ്ട് ബ്രഹ്മലോകത്തുന്നുണ്ട്. അവസാനം ഞാൻ പറ്റിച്ചു കൃഷ്ണനെ എന്ന് പറഞ്ഞ് താഴോട്ട് നോക്കിയപ്പോ അതേ അളവിലുള്ള പശുക്കളും അതേ നിറമുള്ള പശുക്കളും അതേപോലത്തെ ഗോപാലന്മാരും എവിടെ നിൽപ്പുണ്ട്? താഴെ നിൽപ്പുണ്ട്. ഒരിക്കലും ഭഗവാൻ അഹങ്കാരം വെച്ച് പുറപ്പിക്കില്ല.
പ്രത്യേകിച്ചും ഭക്തന്മാരുടെ. നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കിട്ടുന്നെങ്കിൽ ഓർത്തോണം, എന്റെ കയ്യിലിരിപ്പിന് ഏതാണ്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട്, അന്നേരം എന്തെങ്കിലുമൊക്കെ പണി തരിക. കാരണം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പലവിധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അതിലെവിടെങ്കിലുമൊക്കെ പാകപ്പഴ ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് കിട്ടുക. അന്നേരം ഓർത്താൽ മതി, എവിടെ എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഏതൊരു കർമ്മം ചെയ്താലും അവിടെ മുഴുവൻ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണല്ലേ, ഭഗവാനാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതൊന്നും എന്റേതല്ലെന്ന ബോധം. അവസാനം ബ്രഹ്മദേവൻ സമസ്താപരാധം പറഞ്ഞ് ഗംഭീരമായി സ്തുതിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ബ്രഹ്മദേവനെ അനുഗ്രഹിക്കുന്നത് ഭഗവാൻ. സാരം ചാണകവും മൂത്രവും ആയത് മാത്രം മിച്ചം, ബ്രഹ്മലോകം മുഴുവൻ ചാണകമായി. അത്രയും ഉണ്ടായുള്ളൂ മിച്ചം. കാരണം സ്തംഭിച്ചു പോയി ബ്രഹ്മദേവൻ. ഒരു വർഷക്കാലമായി കൊണ്ടുപോയിട്ട് കാണാനില്ല എവിടെങ്ങും. പക്ഷെ വീട്ടിൽ പോകുന്ന പിള്ളേരെല്ലാം എന്നും പോണ പോലെ വീട്ടിൽ ചെല്ലണമുണ്ട്. വീട്ടുകാർക്കൊന്നും ഒരു സംശയമില്ല, എന്റെ മോനാണെന്നൊരു സംശയം ആർക്കും ഉണ്ടായിട്ടില്ല. കാരണം അതേ തൂക്കവും അതേ അളവും അതേ പുള്ളിയും എല്ലാം മെലിച്ചതാണേലും വണ്ണം വെച്ചതാണേലും എല്ലാം അതുപോലെ ഉണ്ട്. പശുക്കളും അത്രേ എണ്ണമുണ്ട്. ബ്രഹ്മദേവൻ താഴോട്ട് നോക്കിയപ്പം കുട്ടികളിലായാലും പശുക്കളിലായാലും എല്ലാം ആരെയാ കാണുന്നത്? ഭഗവാനെയാ കാണുന്നത്. സർവത്തിനും ഭഗവാനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ ബ്രഹ്മദേവനെ. അപ്പോഴാ മനസ്സിലായത് സാധാരണക്കാരനല്ല, ആ യാതൊരുവിധമായ ചൈതന്യത്തിനും കുറവില്ല. സാക്ഷാൽ കൃഷ്ണന് പരബ്രഹ്മ സ്വരൂപം തന്നെയാണെന്നുള്ള ബോധം ബ്രഹ്മദേവൻ ഉണ്ടായി. അവസാനം കാൽക്കൽ വീണ മാപ്പ് പറഞ്ഞു സ്തുതിക്കുന്നുണ്ട് ഭഗവാൻ. എവിടെയാണോ ഇത് എന്റേതാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുന്നത്, അവിടെ എല്ലാം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കും, ഇതൊന്നും നിന്റേതല്ല. നമുക്ക് എന്താ ഇതിൽ അവകാശപ്പെടാനുള്ളതാണോ ചിന്തിക്കുന്നത്? ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വല്ലതും കൊണ്ടുവന്ന, പോകുമ്പോ വല്ലതും കൊണ്ടുപോകോ? ഇല്ല. പിന്നെ എവിടെ എന്റേതാവണത്? ഈ എന്റേതാണെങ്കിൽ ഞാൻ പോകുമ്പോ കൊണ്ടുപോകണ്ടേ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഭാഗവതവും പീഠവും ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നു, ഇല്ലേ? എന്തുകൊണ്ടാ? എന്റേതായ. ഇവിടെ ഇട്ടേച്ച് പോവോ ഞാൻ പോകുമ്പോ? ഇല്ല, എല്ലാം വാരിക്കെട്ടി കൊണ്ടുപോകും, മിച്ചമുള്ളതെല്ലാം കൊണ്ടുപോകും. കാരണം എന്താ? എന്റേതായ. പക്ഷെ ഞാൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോ ഇത് വല്ലോ ഞാൻ കൊണ്ടുപോവോ? ഇല്ല. അപ്പൊ എന്റേതായിരുന്നോ? അപ്പൊ എന്റേതെന്ന് അവകാശപ്പെടാൻ നമുക്കൊന്നും തന്നെ ഈ ഭൂമിയിലില്ല. ബന്ധുക്കളായാലും മിത്രങ്ങളായാലും ആരായാലും നമ്മുടേതല്ല. ഒരിക്കലും എന്റെ അമ്മ പറയണ്ടായി, എനിക്ക് 12 മക്കളുണ്ട് സത്യം. അതിൽ 4 എണ്ണം ചത്തുപോയി. 12-ൽ 4 എണ്ണം ചത്തുപോയി. അതിൽ 2 എണ്ണം ഞാൻ പ്രസവിച്ചതല്ല, 10-നെ ഞാൻ പ്രസവിച്ചുള്ളൂ. 2 എണ്ണത്തിനെ വളർത്താൻ കിട്ടിയതാണ്. അതിനെ വളർത്തി. അത് 2 എണ്ണവും പോയി. ഞാൻ പ്രസവിച്ച 2 എണ്ണവും പോയി. പക്ഷെ ഞാൻ ഇന്നും ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എനിക്കങ്ങ് അത്ഭുതമായി. 4 മക്കള് മരിച്ചിട്ടും സന്തോഷത്തോടു കൂടി നടക്കുന്ന അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊന്നും എന്റെ പിള്ളേരല്ല സാധ്യത. ഞാൻ ചോദിച്ചേ, അമ്മയുടെ ഇതൊന്നും എന്റെ അല്ല സാധി. എന്നുവെച്ചാൽ പിന്നെ ആരുടേതായി 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ വളർത്താൻ ഏൽപ്പിച്ചു, ഞാൻ വളർത്തി എന്നെ കൊണ്ടാവുന്ന പോലെ. എന്റെ വളർത്തു മോശമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളി വിളിച്ചോണ്ട് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലോചിച്ച് നോക്കൂ. സത്യത്തിൽ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്നും പറഞ്ഞ് നമ്മൾ പുറകിന് നടക്കുമ്പോ ഞാനാണോ മുമ്പേ പോന്നെ, അവനാണോ മുമ്പേ പോന്നെന്ന് ആര് കണ്ടു? അറിയാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്റേതാണെന്ന് ഇവിടെ നമുക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ളത് എന്തിനെയുണ്ട്? എന്റേതെന്ന് അവകാശവാദം ഉന്നയിക്കാൻ. ഈ ഉള്ളവൻ പറയുന്ന പോലെ 2 നിലയ്ക്ക് വീട് വെച്ച് 3 നിലയ്ക്ക് മതിൽ കെട്ടി
4 നിലയ്ക്ക് ഗേറ്റും വെച്ച് ബോർഡും തൂക്കിയിരിക്കുക നമ്മള്. എന്ത് ബോർഡാ ഗേറ്റ് തൂക്കുന്നേ? ആ പട്ടിയല്ലേ സൂക്ഷിക്ക. അവിടെ ആരുണ്ടെന്ന്, അവിടെ ഉള്ളത് എന്താന്ന് നിങ്ങളാ പറഞ്ഞ, ഞാനല്ല പറഞ്ഞ. അതുകൊണ്ട് മനുഷ്യന്മാരൊന്നും അങ്ങോട്ട് കയറി ചെല്ലരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഗേറ്റ് പൂട്ടിയിടുന്നത്. ഒരുത്തരും നമ്മുടെ വീടിനകത്തേക്ക് കയറി വരാതിരിക്കാനാണല്ലോ നമ്മൾ ഗേറ്റ് പൂട്ടി താക്കോല് പേഴ്സിൽ കൊണ്ടുവെക്കുന്നേ. അല്ലേ? ആണോ അല്ലേ? ദാഹിച്ച് വലഞ്ഞു വരുന്നവൻ പോലും നമ്മുടെ വീടിനകത്തേക്ക്, കാരണം ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള മനസ്സ് പോലും നമുക്കാർക്കും ഇല്ല. എന്നിട്ട് മഹാദാനിയാണ് ഞാനെന്നാണ്. ആർക്കെങ്കിലും 100 രൂപ കൊടുത്താൽ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ലൈവ് വിട്ട് ഞാൻ താണ്ട 100 രൂപ ഇന്ന ആളിന് കൊടുക്കാൻ പോവാണ് ഗൈസ്. അല്ലേ? അത് കൊടുത്തേച്ച് ആ കൊടുത്തവനെ വെച്ച് ഇവൻ 100 രൂപ കൊടുത്തേച്ച് അവൻ 10,000 അപ്പുറം വേറെ ഉണ്ടാക്കും. എന്നിട്ട് അവനെ വിളിക്കുന്ന പേരാണ് നന്മ മരം. അപ്പൊ ചോദിക്കും, ആരെങ്കിലും ചെയ്യാൻ വേണ്ടേ? ചെയ്യാൻ വേണം, ചെയ്യണം. നിന്നാൽ കഴിയുന്നതിനപ്പുറം നീ ഒരാൾക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുക്കണം. പക്ഷേ മേടിക്കുന്നവന്റെ മനസ്സുകൂടി നീ അറിയണം. ഒരുവന്റെ മുൻപിൽ മറ്റൊരുത്തൻ കൈ നീട്ടുന്നുണ്ടെങ്കിൽ അവന്റെ അധോഗതിയുടെ അങ്ങേ അറ്റമെത്തുമ്പോഴാണ് അവന്റെ അഭിമാനം പോലും നോക്കാതെ അവൻ ഒരുവന്റെ മുൻപിൽ കൈ നീട്ടുന്നത്. ആണോ അല്ലയോ? അത് ഞാൻ 10 പേരെ വിളിച്ച് കാണിച്ച് ഇവന് കൊടുക്കുമ്പോ അവന്റെ ഹൃദയം നുറുങ്ങുന്നത് ഞാൻ കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ദാനമാ ഞാൻ ചെയ്തേ? ചിന്തിച്ചു നോക്ക. 10 പേരെ വിളിച്ച് കാണിച്ചിട്ടാണ് ഞാൻ ഈ 100 രൂപ അവന് കൊടുക്കുന്നത്. ആ മേടിക്കുന്നവന്റെ ഹൃദയത്തിന്റെ വേദന, ആ നുറുങ്ങല് എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഈ ദാനത്തിന് യാതൊരുവിധ ഫലവും ഇല്ല. പണ്ടുള്ളവരും വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന്. ഇന്ന് വലം കൈ കൊണ്ട് കൊടുക്കുന്നത് 10,000 കൈ കണ്ടിട്ടാണ് കൊടുക്കുന്നത്. അതിലെന്ത് നന്മയാ ഉള്ളേ? അവിടെ എവിടാ നന്മയുടെ ഒരു മരമുള്ളേ? ഇപ്പൊ ചോദിക്കും, ഇയാള് കൊടുക്കാറുണ്ടോ? ഞാൻ ആരും അറിയാതെ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യാറുണ്ട്. ഒരുത്തരെയും അറിയിക്കാറില്ല, അഡ്വർടൈസ്മെന്റും കൊടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഒരു മനുഷ്യനും അറിയില്ല. കൊടുക്കാനില്ല, അത് വേറെ സത്യം. ഓൺലൈനിൽ വിധം കൊടുത്താലും ആരും അറിയില്ല. അതറിയട്ടെ, മറ്റേ ആളുണ്ട്, അങ്ങനെ അറിഞ്ഞാൽ മതി. വേറെ ആരെ എനിക്ക് ബോധിപ്പിക്കണ്ട. മനസ്സിലാവുണ്ടോ പറയണേ? ആ വാങ്ങുന്നവരുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്ക്. അവന്റെ ഉള്ളു നീറിക്കൊണ്ടല്ലേ ഈ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഇത് വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെയാ നന്മമരം എന്ന് വിളിക്കാൻ പറ്റുക? അത് നന്മമരല്ല, അത് പാഴ്മരമാണെന്ന് ഞാൻ പറയും. പിന്നെ അതിന് ചിലർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് ചോദിച്ചാൽ 10 പേര് കണ്ടിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യട്ടെന്ന്. 10 പേരെല്ലാം 100 പേര് കണ്ടാലും കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച ഒരുവൻ ആർക്കും ഒന്നും കൊടുക്കാൻ പോണില്ല. ഉണ്ടോ? ഇപ്പൊ ഇവിടെ കിടന്ന് ഞാൻ എന്നാ വായിട്ടലച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞ് എത്ര വായിട്ടലച്ചാലും, അല്ലെ 10 പേര് സ്പോൺസർ ചെയ്തിട്ട് ഞാൻ അനൗൺസ് ചെയ്താലും ഞാൻ കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ അതിന് എത്ര കൊടുക്കുന്ന കണ്ടാലും ഞാൻ കൊടുക്കുകയില്ല. കൊടുക്കണമെന്നത് എനിക്ക് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരുത്തനും കൊടുക്കുന്നത് കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിരിക്കും. ശരിയാണോ ഞാൻ പറയണേ? ശരിയാണോ? ഒരുവനെ കണ്ടിട്ട് ഒരുത്തിനൊന്നും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര പേര് ഈ ലോകത്ത് നന്നാവട്ടതാ അല്ലേ? ഞങ്ങളുടെയൊക്കെ ഈ വാക്കുകൾ കേട്ടിട്ട് എത്ര നന്നാവേണ്ടതാ? കാലം എത്ര കഴിഞ്ഞു?
ഞാൻ പിഴച്ചതല്ലാതെ ഇതുവരെ ഒരെണ്ണം നന്നായി ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ഒരുവനെ, അതും ചില പറഞ്ഞ സഹായഹസ്തം, ഞാൻ പറയുന്നത് ഒരിക്കലും സഹായമല്ല. നമുക്കൊരിക്കലും ആരെയും സഹായിക്കാനുള്ള അധികാരമില്ല, അതിനുള്ള പവർ നമുക്കില്ല. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കൊടുക്കുമ്പം വിഷ്ണു ബുദ്ധിയാണ് ദാനത്തെ ചെയ്യണം. സാക്ഷാൽ നാരായണനാണ് കൊടുക്കുന്നത് എന്ന ബോധത്തോടു കൂടി വേണം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ. അതാണ് ദാനത്തിനുള്ള മഹത്വം. ഈശ്വരാർപ്പണമായിട്ട് സമർപ്പണത്തെ ചെയ്യുമ്പോഴേ ആ കൊടുക്കുന്നതിന് മഹത്വമുള്ളൂ, അല്ലെങ്കിൽ അതിന് യാതൊരു വിധമായ മഹത്വമില്ല. പിന്നെ ഞാൻ പറയാറുണ്ട്, ഈ വഴുതിയുടെ പോകുന്നുണ്ടെ കയ്യിൽ നീട്ടി ഓരോന്ന് വരും. 10 പൈസ കൊടുക്കരുത്, 10 പൈസ കൊടുക്കരുത്. അതൊന്നും ഇല്ലാഞ്ഞിട്ട് വരുന്നതല്ല, ലക്ഷങ്ങൾ ബാങ്കിൽ ഇട്ടിട്ട് വരുന്നതാണ്. ഞാൻ കൊടുക്കില്ല. ഞാൻ ചോദിക്കും, എന്തിനാ ഇത്? ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം മേടിച്ചാൽ 5 രൂപ കൊടുക്കണതിന് 50 രൂപ ആയിരിക്കും. എന്നാലും വേണ്ടില്ല, അപ്പൊ ഭക്ഷണം പറയും. ഭക്ഷണം മേടിച്ചു കൊടുക്കില്ല, പൈസയായിട്ട് ഞാൻ കൊടുക്കില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ വായിച്ചു കാണും, ഒരു ഭിക്ഷക്കാരൻ അങ്ങേര് കെട്ടിയ ടെന്റിനകത്ത് കണ്ട് കിടന്ന് മരിച്ചിട്ട് പോലീസ് എല്ലാം കൂടെ ചെന്ന് നോക്കിയപ്പോ എത്ര ലക്ഷം രൂപയാ അങ്ങേരുടെ പാത്രത്തിനകത്തിരുന്നത്. അപ്പൊ അവൻ ഇല്ലാഞ്ഞിട്ടാണോ കൈ നീട്ടുന്നത്? ആണോ? അപ്പൊ അവന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അർഹതയുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്, അത് മറ്റൊരാൾ അറിയുകയും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? എന്തായാലും അങ്ങനെ 7-ാം ദിവസം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. നീ എന്താണ് ഈ ഗോവർദ്ധനോദ്ധാരണം? ഒരു പർവ്വതം ഉയർത്തിയതാണോ? 7 ദിവസം ഒരു തന്റെ ഒരു കുഞ്ഞു വിരലില്, എന്റെ അറിവ് പ്രകാരം 22 കിലോമീറ്ററോളം മറ്റോ ഉണ്ട് ഗോവർദ്ധന പർവ്വതം, ഇതിന്റെ വിസ്താരം. ഈ ഒരു പർവ്വതം ഒരു കുഞ്ഞ് തന്റെ കയ്യിൽ ഉയർത്തിക്കൊണ്ട് നിൽക്കുമോ? യോ സ്വാമി, ഭഗവാനല്ലയോ സ്വാമി, അപ്പൊ എന്ന് നമുക്ക് വേണേ പറഞ്ഞ് നിൽക്കാം. ഭഗവാൻ വന്നത് മാനുഷിക ഭാവത്തിലല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഒരു മനുഷ്യനാൽ കഴിയുന്നതാണോ അത്? അല്ല. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 7 ദിവസവും അതിനകത്ത് നിന്നവരാരും പുറത്തു നടന്നത് ഒരു പ്രശ്നവും അറിഞ്ഞില്ല. അതെന്താ അറിയാതെ പോയത്? ഭഗവാനോടൊപ്പം ചേർന്ന് നിന്നാൽ പ്രാപഞ്ചികമായ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്കെന്താ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങൾ നമ്മളെ ബാധിച്ച് നമുക്ക് ദുഃഖം ഉണ്ടാവണേ? നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. ആനന്ദത്തെ മാത്രം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും ആനന്ദമല്ലാതെ മറ്റൊന്നും കിട്ടില്ല. ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരികയെന്ന് വിചാരിക്കാം, ഒരു സങ്കടം പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുക, നിങ്ങൾ എന്റെ അടുത്ത് വരുവോ അതോ തിരിച്ചു പോവോ? എന്താ? എന്റെ ഒരു സങ്കടം അങ്ങോട്ട് പറയാം, അങ്ങനെ 2 കൈയോടെ താഴ്ത്തി കൊടുത്തിരിക്കുക. പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ എടുത്ത് സങ്കടം പറയാനില്ലേ? നമ്മൾ നാടൻ ചൊല്ലും പറയാം, ഒരല് എന്ന് എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് 4 ദിവസമായില്ലേ, നിങ്ങൾ ഇതുവരെ എന്റെ മുഖത്തെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ? എന്താ കാണാഞ്ഞേ? എനിക്ക് പ്രാരാബ്ധമില്ലാത്തത് കൊണ്ടോ സങ്കടം ഇല്ലാത്തത് കൊണ്ടോ ഞാൻ ടാറ്റയുടെ കൊച്ചുമോനായതുകൊണ്ടോ വല്ല വാങ്ങാം അല്ലേ? ഇവിടെ ഇരുന്ന സങ്കടം ഇല്ലെന്ന് ഞാനതിന്റെ ഇടയ്ക്ക് പറയാണ്ട്, വീട്ടിൽ പോലും കയറണമെന്ന് തോന്നാറില്ല. ഇങ്ങനെ പോകാൻ കേട്ടാ സുഖം, ഒരു ടെൻഷനും ഇല്ല.
ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം ഒരു സുഖം ഈ ലോകത്ത് വേറെ ഒന്നും കിട്ടില്ല. എന്നെ സംബന്ധിച്ചത് ഒരു 5-6 ലക്ഷം രൂപ ശമ്പളം മേടിച്ചിരിക്കേണ്ടവനാണ് ഞാൻ. പക്ഷെ അതെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞു വെച്ചിട്ട് വട്ടം കറക്കി ചവിട്ടി മെതിച്ച് ഉടച്ചു വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നതായി ഇവിടെ. 19ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയില് അതിന്റെ റീജിയണൽ മാനേജറുടെ സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് കിട്ടിയ വ്യക്തിയാണ്. 90-ൽ 1500 രൂപ ശമ്പളം മേടിച്ചതാ. 90-ൽ ഇരുന്ന എവിടെ എത്തായിരുന്നു? ഇനി ഒരു 10 കൊല്ലം കൂടെ, ഒരു 5 കൊല്ലം കൊണ്ട്, 5-6 കൊല്ലം കൊണ്ട് എന്തായാലും ജോലി ചെയ്യായിരുന്നു കമ്പനി നിയമപ്രകാരം. ഇറങ്ങിപ്പോരുമ്പോ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയേനെയും ജീവിക്കാനുള്ള വക എല്ലാ മാസവും കയ്യിൽ കിട്ടിയേനെയും. പക്ഷെ അതെല്ലാം തൂത്തെറിഞ്ഞ് ചിലര് പറയും കയ്യിലിരിപ്പ് കൊണ്ടാന്ന് പറയും. ഞാൻ പറയും എന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടല്ല, അങ്ങേരുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാണ്. അവിടെ നിന്നെല്ലാം വിടുതലാക്കി ഇട്ട് വട്ടം കറക്കാവുന്നതിന്റെ മാക്സിമം വട്ടം കറക്കി ചവിട്ടി മെതിച്ച് പാകപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തി ഇതെടുത്ത് കയ്യിൽ തന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ സങ്കടമില്ല. വല്ലോ മിച്ചമുണ്ടോ? മിച്ചമുള്ള ആകപ്പാടെ കുറെ സ്നേഹിക്കുന്ന നല്ല സജ്ജനങ്ങൾ. അതാ എന്റെ ബാലൻസ്. എന്റെ ബാലൻസ് അതാ. അല്ലാതെ എനിക്ക് ഒരു ബാലൻസ്, ഭൗതികമായ ഒരു ബാലൻസ് ഇല്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് നല്ല സജ്ജനങ്ങളാണ് എന്റെ ബാങ്ക് ബാലൻസ്. ഇന്നും ഒരാൾ വിളിച്ചു പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ സർവ്വ വിഷമവും ഞാൻ അങ്ങ് മറക്കുമെന്ന്. നമ്മൾ അതേതാണ്ട് കുഴപ്പമുണ്ടാക്കില്ല. ഒരു പോസിറ്റീവ് എനർജിയാണ് അവര് പറയുന്നത്. എവിടുന്ന് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്റെ ഒരു സാധനവും ഇല്ല കൊടുക്കാൻ, അതാണ് വേറെ സത്യം. പക്ഷെ അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ദുഃഖം മറന്നു പോകുന്ന അവർ പറയുന്നത്. എന്തോ ടെൻഷൻ, നല്ല തലവേദന ഇരിക്കുമ്പോ ഞാൻ സ്വാമിയുടെ പ്രഭാഷണം എടുത്തു വരും. കേട്ടൊന്നും മയങ്ങും, തലവേദന മാറില്ല. ഞാൻ പറയുന്ന സത്യം, ഭഗവാനാണ് സത്യം. എന്റെ വെടികൊണ്ടാണ് അല്ല. ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്ന ആ ഒരു ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സുകൃതം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ, 1 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ദക്ഷിണ മേടിക്കുന്ന അത്രയും ഇതിനോട് അടുത്ത് കടമുള്ളതുകൊണ്ട് പറഞ്ഞ് അത്രയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞത്. 24 കൊല്ലമായി ഇതുകൊണ്ട് ഇറങ്ങിയിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്നും ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. ഇപ്പോഴും 2000 രൂപ ഒരാളെ മേടിച്ച് അക്കൗണ്ടിലേക്ക് കിട്ടാച്ച വേറെ കാര്യത്തിന് അയച്ചു കൊടുത്തേക്ക്. അത്രയ്ക്ക് അപ്പോയിക്കാൻ ഞാൻ എല്ലാ കാര്യമുണ്ടോ? ഇപ്പൊ ചോദിക്കാതെ എന്തിനാണ് ഇതുകൊണ്ട് നടക്കുന്നതെന്ന്. ഒരു കാര്യമില്ലെന്ന്. ഈ സന്തോഷം, ഈ സുഖം, ഈ ആനന്ദം, അതാ ഏറ്റവും വലിയ കാര്യം. ഇതിൽ പല ഒരു സമ്പാദ്യം വേറെ വേണ്ട. പിന്നെ ആകെപ്പാടെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇതുപോലെ ഇന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ നീ എന്നെ അങ്ങോട്ടങ്ങ് വിളിച്ചോണേ. നാട്ടുകാർ ചില ബുദ്ധിമുട്ടിയാലും എന്റെ കാര്യം തീരുമാനമാവില്ല. പിന്നെ അമ്പലത്തിൽ ശുദ്ധി കലച്ചും ഒക്കെ നടത്തണം, ആംബുലൻസ് വിളിക്കണം, മോർച്ചറി വിളിക്കണം, വീട്ടിൽ തൃക്കൊടുത്താനത്ത് കൊണ്ട് എത്തിക്കണം. അമ്പലക്കാർക്കും നാട്ടുകാർക്കും പണിയാന്നറിയാം. ഞാനങ്ങ് തീരുമാനമാവുമല്ലോ. ഒറ്റ പ്രാർത്ഥന ഇപ്പൊ അതേ ഉള്ളൂ. എത്ര വലിയ തലവേദന എടുത്ത് ഇതിനകത്ത് ഇവിടെ ഇരുന്നാലും പറഞ്ഞു തുടങ്ങുമ്പോൾ തലവേദന മാറും. അതാണ് ഭഗവാന്റെ നാമത്തിനുള്ള ഗുണം. അപ്പൊ ഈ 7 ദിവസം ഭഗവാൻ ഈ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് 7 തലങ്ങളുണ്ട്. അതിന് ആധാരമെന്നും ചക്രം എന്നൊക്കെ പറയും. ഷഡാധാരം, ഷഡ്ചക്രങ്ങൾ എന്നൊക്കെ പറയും. ഒരു ജീവൻ ഈ 6 ചക്രങ്ങളെയും കടന്ന് 7ാമത്തെ ചക്രമാകുന്ന സഹസ്രാര പത്മത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ സൂര്യ, ചന്ദ്ര, അഗ്നിമണ്ഡലങ്ങൾ 3 ആ അഗ്നിമണ്ഡലത്തിന്റെ മധ്യത്തിലിരിക്കുന്ന
പരമാത്മസ്വരൂപമായിട്ട് ജീവൻ ചേരുമ്പം ഉണ്ടാകുന്ന ആനന്ദമാണ് ഈ 7 ദിവസം ഇവര് ഇവിടെ നിന്നിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. അതായത് ശരീരബോധമില്ലാതെ ഭഗവാനിലേക്ക് ചേർന്ന് നിന്ന് കഴിയുമ്പോ അവിടെ പിന്നെ പ്രാപഞ്ചികമായ ഒരു വിഷയങ്ങളും അറിയുന്നില്ലെന്ന് മാത്രമല്ല, യാതൊരു വിധമായ ദുഃഖങ്ങളും ഉണ്ടാകില്ല. പരമമായ ആനന്ദം മാത്രമേ അനുഭവിക്കാനായിട്ട് സാധ്യമാകൂ. ഒരു ശക്കലം വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ആ ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രവും കൊടിമരവും കൊടിക്കൂറയും കൊടിക്കയറും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നാളെ നമുക്ക് നാളെ നേരം ഉച്ചയ്ക്ക് നേരം കിട്ടാൻ വഴിയില്ല, ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയാം. അതുകൊണ്ട് 7 ദിവസത്തെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭഗവാന്റെ ഓടക്കുഴൽ നാദം നമ്മൾ പലരും ചെയ്യാറുണ്ട്. ഈ ഓടക്കുഴൽ ഓടി തട്ടുമ്പോൾ തട്ടും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ചോളത്തിലുമ്പോ കിട്ടനിങ്ങനെ നിൽക്കുന്നേ കുഴലെന്തിയമ്മേ തട്ടുമ്പോത്ത് ഊരിയിട്ടേക്ക. അതെന്താ? അങ്ങേരെല്ലാം ഊതിക്കളയുമെന്നാ സ്വാമി ഇന്നാളി വന്നാ പറഞ്ഞെന്നാ ഞാനിവിടെ ചെന്നപ്പോ കണ്ടതാ. ആലോചിച്ചൊക്കെ സർവചരാചരങ്ങളെയും തന്റെ ഈ ഒരു നാദം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തിയവനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഊതിയായി എല്ലാം തെറിച്ചു പോവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഈ ഓടക്കുഴൽ എന്താണെന്ന് നമുക്കറിയില്ല. അതിനകത്തുനിന്ന് ഭഗവാൻ പുറത്തേക്ക് വിടുന്ന നാദം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓടക്കുഴലിൽ എത്ര ദ്വാരമുണ്ട്? എത്ര? നമുക്കെത്ര ദ്വാരമുണ്ട്? നമുക്ക് 9 ദ്വാരമുണ്ട്. അതേപോലെ ഓടക്കുഴലിനും ഉണ്ട് 9 ദ്വാരം. അപ്പൊ ഓടക്കുഴൽ എന്തുവാ? ഈ ശരീരം. അതിൽ കൂടി പുറത്തേക്ക് വരുന്ന നാദം ഏതാപ്പോ? ആരോഹണ അവരോഹണ ക്രമത്തിൽ നടക്കുന്ന ആ നാദം നമ്മുടെ ഉള്ളിലൊഴുകുന്ന പ്രാണന്റെ യാത്രയാണ്. അപ്പൊ ഓടക്കുഴൽ എടുത്ത് കളഞ്ഞാൽ എന്താ കുഴപ്പം? ഭഗവാനിൽ നിന്ന് ആരെ എടുത്ത് കളഞ്ഞു? നമ്മളെ എടുത്തു കളഞ്ഞു. അത്ര ചിന്തിച്ചാണ് തൽക്കാലം. ഭഗവാന്റെ കയ്യിൽ കുഴലില്ലെങ്കിൽ നമ്മളോടൊപ്പം ആരില്ല? ഭഗവാനില്ല. കാരണം ഈ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രാണനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ആ ചൈതന്യമാണെന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടായി ഓടക്കുഴൽ കളയുന്നത്. പിന്നെ ഒരാളെ എഴുത്തൊന്ന് ചോദിച്ചു, ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താ 5 തിരിയിട്ട് വിളക്കത്തിക്കുന്നതിന് കുഴപ്പം വല്ലതുണ്ടോ? എന്താ കുഴപ്പം? ഒരാള് പറഞ്ഞു അത്ര 5 തിരിയിട്ട് വിളക്കത്തിക്കാൻ പാടില്ല. എന്താ ചെയ്യാം ആലോചിച്ച് നോക്കാം. ഞാൻ ചോദിച്ചു, ഇതുവരെ കുഴപ്പം വല്ലതും ഉണ്ടായോ? ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ കത്തിച്ചോളൂ. ആര് പറഞ്ഞാലും അത് മാറ്റാൻ നിൽക്കണ്ട. അല്ലെ കിട്ടണമെന്ന് പറയട്ടെ, ഇനി 5 തിരിയിട്ട് കത്തിക്കണ്ട, അങ്ങനെ ഒഴിവാക്കിയാണ്. ഇങ്ങനെ നമ്മളെ പറഞ്ഞു പറ്റിച്ച് ഏതെല്ലാം തരത്തിൽ നമ്മളെ വിഡ്ഢികളാക്കാമോ ആ തരത്തിലെല്ലാം വിഡ്ഢികളാക്കാൻ കുറെ പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭദ്രദീപം എന്താണല്ലേ? അല്ലേ? കഴിഞ്ഞ വർഷമല്ലയോ? ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നില്ല. അന്നേരം കഴിഞ്ഞ വർഷം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ആര് വന്ന് പറഞ്ഞാലും നമ്മുടെ തലക്കകത്ത് കിഡ്നി ഉണ്ടല്ലോ, അല്ലേ? അത് വല്ലപ്പോഴും ഒന്ന് വർക്കിക്കുക, എന്നിട്ട് സ്വയം ഒന്ന് ചിന്തിക്കുക, അതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ? യുക്തി ഇല്ലാതെ ചേർത്ത് കളഞ്ഞേക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതുകൊണ്ട് എല്ലാവരും മനസ്സിലായോ ഞാൻ എല്ലാം പറഞ്ഞത്?
അതില്ല, ഒരു അനക്കവും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിദ്യാധാരങ്ങളൊക്കെ ഒരുപാട് മാറ്റാനുണ്ട് നമുക്ക്. പൂജാമുറിക്കകത്ത് വിഗ്രഹം വെക്കാം, ഫോട്ടോ വെക്കാം, അതിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്താം, പൂജാമുറി വീട്ടിൽ ഉണ്ടാക്കാം, എന്തെല്ലാം സംശയങ്ങളാണ്. വീട്ടിലിരിക്കുന്ന പടം എടുത്ത് അവസാനം പിന്നെ നമ്മുടെ പടം തൂക്കുമെന്നേരം ബാക്കിയുള്ള പടം പോയി കഴിഞ്ഞില്ല, പിന്നെ നമ്മുടെ എടുത്ത് തൂക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരണകളൊക്കെ ഒന്ന് മാറണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. അതുകൊണ്ട് ഗോവർദ്ധനോദ്ധാനം എന്ന് പറഞ്ഞൊരു കോട അല്ലെ ഒരു പർവ്വതം ഉയർത്തിപ്പിടിച്ചത് മാത്രമല്ല, അതിനകത്തൂടെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഈ വർഷം നേരം കിട്ടുന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത വർഷം വരുന്ന ആചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ അങ്ങനെ കിട്ടി നമുക്ക് നാമജപത്തിലേക്ക് പോകാം.